ഹലോ ഡിയേഴ്സ്, ഞങ്ങളിതാ കോയമ്പത്തൂർക്ക് പോവാണ്. മരുതമല മുരുകനെയും ആദിയോഗി പരമശിവനെയും ദർശിക്കാൻ. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഒരു വലിയ ബസ്സിൽ കൊള്ളാവുന്ന ഒരു കൂട്ടം ആൾക്കാർ. വെളുപ്പിന് ഒരു 5:30 സമയത്താണ് ഞങ്ങൾ ആലുവയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. ഓൺ ദ വേ ജ്യോതിസ് റീജൻസിയുടെ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. നമ്മളൊരു 8 പേരായിരുന്നു ത്രൂ ഔട്ട് ട്രിപ്പിൽ വൈബടിച്ച് നടന്നിരുന്ന ഗ്യാങ്. കുറച്ച് പേർക്കൊന്നും നമ്മുടെ ട്രിപ്പിന് വരാൻ പറ്റിയിരുന്നില്ല. മുതിർന്നവർക്കും വൈബിന് യാതൊരു കുറവുണ്ടായിരുന്നില്ല. അങ്ങോട്ടുള്ള യാത്രയിൽ ഫുൾ സ്കോർ ചെയ്തത് അവരായിരുന്നു. ഒരുപാട് പ്രാവശ്യം കോയമ്പത്തൂർ പോയിട്ടുണ്ടെങ്കിലും ഈ 2 സ്ഥലത്തും പോകാൻ സാധിച്ചിരുന്നില്ല. ഇപ്പോഴാണ് അതിനുള്ളൊരു യോഗം ഉണ്ടായത്. ആൻഡ് ഐ എം സോ എക്സൈറ്റഡ് ആൻഡ് ഗ്രേറ്റ്ഫുൾ. ഏകദേശം 11 മണിയോടുകൂടി ഞങ്ങൾ മരുതമല അടിവാരത്തെത്തി. ഞങ്ങൾ വന്ന ബസ് പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരം നടന്നിട്ടാണ് മല കയറാനുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തിയത്. പോണ വഴിക്ക് 2 സൈഡിലും ഫുൾ കടകളായിരുന്നു. മുകളിലേക്ക് എത്താൻ 3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ 800+ സ്റ്റെപ്സ് കയറിയിട്ട് മുകളിലേക്ക് എത്താം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം വണ്ടിക്ക് നിങ്ങൾക്ക് മുകളിലേക്ക് എത്താം. കാറ്, ഓട്ടോ, 2 വീലർ ഏതായാലും കുഴപ്പമില്ല. വലിയ ടൂറിസ്റ്റ് ബസ്സുകൾ മുകളിലേക്ക് കയറ്റി വിടുമെന്ന് എനിക്കറിയില്ല. ആൻഡ് 3ാമത്തെ ഓപ്ഷനാണ് ഞങ്ങൾ ഓപ്റ്റ് ചെയ്തത്. വേറെ ഒന്നുമല്ല, ലോക്കൽ ബസ്സിന് നമുക്ക് മുകളിലേക്ക് പോകാൻ പറ്റും. ഒരാൾക്ക് 10 രൂപയാണ് 1 സൈഡ് ചാർജ് വരുന്നത്. കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അറൗണ്ട് 16 കിലോമീറ്റേഴ്സ് ദൂരം മാത്രമേ ഉള്ളൂ ഇങ്ങോട്ടേക്ക്. സമുദ്രനിരപ്പിൽ നിന്ന് 600 അടി ഉയരത്തിലാണ് മരുതമല മുരുകൻ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. മരുന്ന് വൃക്ഷങ്ങൾ ധാരാളമായി കാണപ്പെടുന്ന മല എന്നതിൽ നിന്നാണ് മരുതമല എന്ന പേര് വന്നത്. ശ്രീമുരുകൻ്റെ 7ാമത്തെ വാസസ്ഥാനമായ ഇവിടം ഔഷധ സസ്യങ്ങളാൽ സമൃദ്ധമാണെന്ന് പറയപ്പെടുന്നു. വർഷങ്ങൾ പഴക്കമുള്ള ഈ അമ്പലത്തിനെ ചുറ്റിപ്പറ്റി ധാരാളം ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. മൂലസ്ഥാനത്ത് വള്ളി ദേവയാനി സമേതനായ ശ്രീമുരുകനെ ദർശിച്ചതിന് ശേഷം മാത്രമാണ് മറ്റു പ്രതിഷ്ഠകളെ നമ്മൾ ദർശിക്കാറുള്ളൂ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടൊരു കാര്യം, ഈ കാണുന്ന വലിയൊരു വൃക്ഷമാണ്. 5 വൃക്ഷങ്ങൾ കൂടിയൊരു വലിയൊരു വൃക്ഷമാണത്. അതിൻ്റെ താഴെ പഞ്ചമുഖ ഗണപതിയും മുരുകനും ഗണപതി പ്രതിഷ്ഠകളൊക്കെ ഉണ്ട്. അതുകൂടാതെ മംഗല്യ തടസ്സം നീങ്ങാനും സന്താനഭാഗ്യത്തിനും വേണ്ടി യഥാക്രമം താലിയും തൊട്ടിലും ആ മരത്തിൽ കെട്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ടായിരുന്നു. ശേഷം മെയിൻ അമ്പലത്തിലും മുരുകനെയും ഉപപ്രതിഷ്ഠ ദേവന്മാരെയും ദേവതമാരെയൊക്കെ തൊഴുത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ റൈസിൻ്റെ ഒരു പ്രസാദം കിട്ടി കഴിക്കാനായിട്ട്. തൊഴുതിറങ്ങിയതിന് ശേഷം ഞങ്ങൾ പിന്നെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഉച്ച സമയമാണ്, നല്ല വെയിലുണ്ടായിരുന്നു, എന്നാലും കാറ്റുണ്ടായിരുന്നതുകൊണ്ട് ഒരാശ്വാസം. ഈ ഗോപുരത്തിന് പോലും എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട്. ഒന്നും മനസ്സിലായില്ലെങ്കിൽ അതൊക്കെ നോക്കി ഈ വ്യൂ പോയിൻറ്റും കണ്ട് കുറേ നേരം നിന്നു. നല്ല രസമുണ്ട് കേട്ടോ. രാത്രിയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരുന്നതെന്ന് തോന്നി. ഫുൾ ലൈറ്റ്സൊക്കെ ആയിട്ട് കോയമ്പത്തൂരിൻ്റെ ഭാഗങ്ങളാണ് ആ കാണുന്നതൊക്കെ. അങ്ങനെ അതും കണ്ട് നിർവൃതിയണങ്ങി ഞങ്ങൾ. പാർക്കിംഗ് ഏരിയ കണ്ടില്ലേ? ഇനി നമ്മൾ തിരിച്ചിറങ്ങണത് കയറി വന്ന വഴി കൂടിയല്ല, നേരെ ഇറങ്ങിയാൽ നമുക്ക് ആ പാർക്കിംഗ് ഏരിയയിൽ അങ്ങോട്ടേക്ക് എത്താൻ പറ്റും. അടിവാരത്തു നിന്ന് സ്റ്റെപ്പുകൾ കയറി വരുന്ന അതേ വഴി കൂടിയാണ് മലയ്ക്ക് മുകളിൽ മറ്റു രീതിയിൽ എത്തുന്ന ആൾക്കാരും കയറേണ്ടത്. പിന്നെ തിരിച്ച് ബസ്സിന് പോരാനായിട്ട് ടിക്കറ്റൊക്കെ എടുത്ത് വെയിറ്റിംഗ് ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ മാങ്ങ, മുളകും, ഉപ്പൊക്കെ ഇട്ട് അതൊക്കെ കഴിച്ചു. പിന്നെ അതാ നമ്മളവിടെ നിന്ന് തിരിച്ചു പോരാണ്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ബസ് ഫുള്ളായാലേ ആ ബസ് അവിടെ നിന്ന് എടുക്കുള്ളൂ കേട്ടോ. ഒരു കാര്യം കൂടി, സ്റ്റെപ്പ് ഇറങ്ങി വരുന്നവരാണെങ്കിൽ 5 മണിക്ക് ശേഷം ഇറങ്ങി വരാൻ പറ്റില്ല. വന്യജീവികൾ ഇറങ്ങുന്ന സമയമാണെന്നാണ് പറയണത്. താഴ്വാരത്തെത്തിയിട്ട് ഞങ്ങൾ പിന്നെ കുറച്ച് കടകളിലൊക്കെ തിരിഞ്ഞ് നടന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ കഴിക്കാനായിട്ടൊരു ഹോട്ടലിൽ പോയി. ഇത് റെസ്റ്റോറൻ്റൊന്നും ഓർക്കണില്ല, പക്ഷെ നല്ല ഫുഡായിരുന്നു കേട്ടോ. നല്ല ഫുഡായിരുന്നു, അതനുസരിച്ച് നല്ല റേറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം 4 മണിയോടുകൂടി 150 ഏക്കർ പരന്ന് കിടക്കണ ഇഷ ഫൗണ്ടേഷൻ്റെ മണ്ണിലെത്തി ഞങ്ങൾ. പാർക്കിംഗ് ചാർജ് ഒഴിച്ചാൽ വേറെ എൻട്രൻസ് ഫീസൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്തെടുത്തുനിന്ന് ആദിയോഗി സ്റ്റാച്യുവിൻ്റെ അങ്ങോട്ട് കുറഞ്ഞത് ഒരു 2 കിലോമീറ്റർ ദൂരെങ്കിലും നടക്കാനുണ്ടായിരുന്നു. വെള്ളിയാങ്കിരി കുന്നുകളുടെ താഴ്വാരത്തിലാണ് ഇഷ ഫൗണ്ടേഷൻ സ്ഥിതി ചെയ്യണത്. ആദിയോഗി പ്രതിമ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇഷ ഫൗണ്ടേഷൻ്റെ ഫൗണ്ടറും ഹെഡുമായ സദ്ഗുരു ജഗ്ഗി വാസുദേവാണ്. ആസ് പെർ ഹിന്ദു മിത്തോളജി ഭഗവാൻ പരമശിവനാണ് ആദ്യത്തെ യോഗി ആൻഡ് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ് സപ്ത ഋഷീസ് ഹോം ഹി ടോട്ട് യോഗ. പോകുന്ന വഴിക്ക് വലതുവശത്തായി കാറ്റൽ ഫീഡിങ്ങിനുള്ള സൗകര്യമുണ്ട്. ഒരു കെട്ട് പുല്ലിന് 20 രൂപയാണ്. ഈ കാളകളെയൊക്കെ ബുള്ളോ കാർട്സ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. യോഗയിലൂടെ ഇന്നർ എംപവർമെൻറ്റ് അല്ലെങ്കിൽ ഇന്നർ വെൽബീയിങ്ങിലേക്ക് നയിക്കാൻ
ആൾക്കാരെ ഇൻസ്പയർ ചെയ്യണ ഒരു ഓർഗനൈസേഷനായിട്ടാണ് ഇഷ സെൻറ്റർ എസ്റ്റാബ്ലിഷ്ഡ് ആയത്. ആദിയോഗിക്ക് മുമ്പിലായിട്ട് ഒരു യോഗേശ്വർ ലിംഗയും കൂട്ടത്തിൽ സപ്തഋഷീസിൻ്റെ പ്രതിമയൊക്കെ ഉണ്ട്. അവിടെയാണ് പൂജകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ആൻഡ് ആഗ്രഹിക്കുന്നവർക്ക് ആ ശിവലിംഗത്തിൽ സ്വയമേ ധാര ചെയ്യാനുള്ള അവസരമുണ്ട്. 10-20 രൂപയൊക്കെയാണ് വരുന്നത്. ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം പിടിച്ച ഈ പ്രതിമ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബസ്റ്റ് സ്കൾപ്ചറാണ്. ബസ്റ്റ് സ്കൾപ്ചർ എന്ന് പറഞ്ഞാൽ അർദ്ധകായ പ്രതിമ. അർദ്ധകായം എന്ന് വെച്ചാൽ പകുതി ശരീരത്തോടു കൂടിയത്, ജസ്റ്റ് ഹെഡും ഷോൾഡേഴ്സും ചെസ്റ്റും മാത്രമായിട്ട്. ഇനി മറ്റൊരു പ്രത്യേകത പറഞ്ഞാൽ 112 അടി ഉയരവും 147 അടി നീളവും 82 അടി വീതിയും 500 ടൺ ഭാരവുമുള്ള ഇവിടുത്തെ ആദിയോഗി പ്രതിമ പൂർണ്ണമായും സ്റ്റീലിൽ നിർമ്മിച്ചതാണ്. ആദിയോഗിയുടെ കഴുത്തിലെ ആ വലിയ മാല പല രുദ്രാക്ഷമാലകൾ ചുറ്റി കോർത്തെടുത്തതാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പാണ് ഇവിടെ. ഞങ്ങൾ കയറി വന്ന വഴിയല്ലാതെ വേറെയും എൻട്രൻസ് അവൈലബിൾ ആണ് ഇങ്ങോട്ടേക്ക്. ചുറ്റും ശൂലം വെച്ച് കവചം തീർത്തിട്ടുള്ളതിനാൽ ആദിയോഗി പ്രതിമ തൊടാനൊന്നും സാധിക്കില്ല. അങ്ങനെ ആദിയോഗിയും വലം വെച്ച് ഞങ്ങൾ യോഗ സെൻറ്ററിലേക്ക് നടന്നു. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കാളവണ്ടി സൗകര്യം ലഭ്യമാണ്. വൺ സൈഡ് ഒരാൾക്ക് 10 രൂപയാണ് വരുന്നത്. അതും ഒരു പോയിൻ്റ് വരെ ഇത് പോവുള്ളൂ. നമ്മൾ യോഗ സെൻറ്ററിലേക്കാണ് നടന്നുകൊണ്ടിരിക്കണേ. ഒരു പോയിൻ്റ് വരെ കാളവണ്ടിയൊക്കെ വരുള്ളൂ എന്ന് പറഞ്ഞില്ലേ, ആ പോയിൻ്റ് വരെ നമുക്ക് ഫോണും വലിയ ബാഗ്സും ലഗേജും ഒക്കെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ആ ഒരു പെർട്ടിക്കുലർ പോയിൻ്റ് കഴിഞ്ഞ് അകത്തേക്ക് കയറണമെങ്കിൽ നിങ്ങൾക്ക് പല സാധനങ്ങളും കയറ്റാൻ പറ്റില്ല. നിങ്ങളുടെ ചെരുപ്പോ ഇലക്ട്രോണിക് ഐറ്റംസ്, മൊബൈലോ ലാപ്ടോപ്പോ ചാർജറോ പവർ ബാങ്കോ തുടങ്ങിയ ഇലക്ട്രോണിക് ഐറ്റംസ്, വലിയ ലഗേജ് ബാഗുകളോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് അകത്തേക്ക്, ഫുഡ് ഐറ്റംസ് ഇതൊന്നും അകത്തേക്ക് കയറ്റാൻ പറ്റില്ല. rather നിങ്ങൾക്ക് കയറ്റാൻ പറ്റുന്നത് ചെറിയ പേഴ്സ്, അതായത് പൈസയോ അല്ലെങ്കിൽ നമ്മുടെ ATM കാർഡോ അങ്ങനെയൊക്കെ മുതലായ വയ്ക്കാൻ പറ്റുന്ന ചെറിയ പേഴ്സോ അതുപോലെ തന്നെ എക്സ്ട്രാ ഒരു ജോഡി ഡ്രസ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അകത്തേക്ക് കൊണ്ടുപോകാം. ഞാൻ എക്സ്ട്രാ ഡ്രസ്സ് എന്ന് ഉദ്ദേശിച്ചത് അകത്ത് സൂര്യകുണ്ട് ചന്ദ്രകുണ്ട് എന്ന് പറഞ്ഞ 2 കുളങ്ങളുണ്ട്. സൂര്യകുണ്ട് ഫോർ ആണുങ്ങൾക്കും ചന്ദ്രകുണ്ട് ഫോർ ലേഡീസിനുമാണ്. സൂര്യകുണ്ട് ഓപ്പൺ സ്പേസ് ആണെങ്കിൽ ചന്ദ്രകുണ്ട് വളരെ പ്രൈവറ്റ് സ്പേസാണ്. ചന്ദ്രകുണ്ടിൽ കുളിച്ച എക്സ്പീരിയൻസ് പറയാൻ ഞാൻ, നമ്മുടേതായ ഒരു ഡ്രസ്സ് നമുക്ക് ഇടാൻ പാടില്ല. അവിടുന്ന് തരുന്ന ഗൗൺ ഇടുക, എന്നിട്ട് നേരെ പോയി ഷവറിൻ്റെ ചോട്ടിൽ നിന്ന് തല അടക്കം നനച്ചതിന് ശേഷം തലയിൽ ക്യാപ്പ് ഇടുക. നമ്മുടെ മുടി കുളത്തിൽ വീഴാതിരിക്കാനാണ്. എന്നിട്ട് അപ്പുറത്തേക്ക് മാറി കുറച്ച് സ്റ്റെപ്പ് ഇറങ്ങിക്കഴിഞ്ഞാൽ ചന്ദ്രകുണ്ടിലേക്ക് ഇറങ്ങാം. നടുക്ക് ഒരു വലിയ ശിവലിംഗം ഉണ്ട്. നമുക്ക് തൊട്ട് തൊഴുത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം. വെള്ളത്തിന് അസാധ്യ തണുപ്പാണ്. താഴെ കരിങ്കല്ലാണ് പൂർണ്ണമായും വിരിച്ചിരിക്കണേ. അതുകൊണ്ട് തന്നെ പ്രഗ്നൻറ്റ് ലേഡീസോ ഹാർട്ട് പേഷ്യൻസോ ഒന്നും കുളത്തിലിറങ്ങരുതെന്ന് പ്രത്യേകം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കുളിച്ച് കയറിയപ്പോൾ നല്ല റിഫ്രഷ്ഡ് ആയിരുന്നു. നിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ടാണെങ്കിൽ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ലിംഗഭൈരവയെ തൊഴുതുണ്ടായിരുന്നു. ഒരു പ്രത്യേക വൈബാണ് അവിടെ. പിന്നെ ഞങ്ങൾ ധ്യാനലിംഗ ദർശിച്ചിട്ടുണ്ടായിരുന്നു, വലിയൊരു ശിവലിംഗം. അതിന് തൊട്ട് മുമ്പിലായി ശിവനെ ദർശിച്ചിരിക്കുന്ന നന്ദിയുടെ ഒരു ശില്പമുണ്ട്. ആ ഒരു റൂം ഏകദേശം ഒരു റൗണ്ട് ഷേപ്പിലാണ് ഇരിക്കണേ. അപ്പോൾ നമുക്ക് അധികം സമയമില്ലാത്തതിൻ്റെ പേരിൽ എന്ന് വെച്ചാൽ ലൈറ്റ് ഷോ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്തതൊക്കെ മേടിച്ചിട്ട് തിരിച്ചെത്തണമായിരുന്നു. അതുകൊണ്ടും പിന്നെ അധികം സ്പേസും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. സോ നമ്മൾ വേഗം പ്രദക്ഷിണം വെച്ച് ഇറങ്ങി അവിടുന്ന്. ഈ ക്രൗഡ് കാണുന്ന ഏരിയയുടെ അടുത്താണ് ലഗേജ് കൗണ്ടർ വരുന്നത്. ഫ്രീ സർവീസാണ്. രാത്രി 8 മണിക്ക് ശേഷം അങ്ങോട്ടേക്ക് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനും പറ്റില്ല. ഡെപ്പോസിറ്റ് ചെയ്തത് 8:45 ശേഷം തിരിച്ചെടുക്കാനും പറ്റില്ല. ഈ ലോക്കർ റൂമിൻ്റെ ഓപ്പോസിറ്റ് ഇവിടുത്തെ ക്യാൻറ്റീൻ ഉണ്ട്. അതുപോലെ തന്നെ വേറെയും കടകളൊക്കെ ഉണ്ട് കേട്ടോ. റേറ്റും കാര്യങ്ങളും അറിയില്ല. നമ്മളവിടുത്തെ ഫുഡൊന്നും ട്രൈ ചെയ്തില്ല. ഈവൻ ഉള്ളിലാണെങ്കിൽ പോലും ഇഷ്ടംപോലെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫോണും ലഗേജും ഒന്നും അലൗഡ് അല്ലാത്ത ആ ഒരു പ്രദേശം കീപ് സൈലൻസ് എന്ന് എവിടെ നോക്കിയാലും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ അനാവശ്യമായ സംസാരങ്ങൾ ഒഴിവാക്കുക എന്ന് അർത്ഥമാക്കണുള്ളൂ അവിടെ. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് ഇന്നർ വെൽബീയിങ്ങിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരവസരമാണ് അവിടെ. നിങ്ങൾക്ക് ആ സമയത്ത് പ്രാർത്ഥിക്കാം, മെഡിറ്റേഷൻ ചെയ്യാം, ധ്യാനത്തിലിരിക്കാം, യോഗാസനാസ് ചെയ്യാം, ക്രിയാസ് ചെയ്യാം, പ്രാണായാമം ചെയ്യാം. സോ അങ്ങനെ നിങ്ങളുടെ ഇന്നർ വെൽബീയിങ്ങിനെ പ്രൊമോട്ട് ചെയ്യാം. 7 മണി കഴിഞ്ഞു ഡെപ്പോസിറ്റ് മേടിച്ചിറങ്ങിയപ്പോൾ പിന്നെ ഓടട ഓട്ടം. ഭാഗ്യം കൊണ്ട് പൂജകളായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. 7:30 അന്ന് ലൈറ്റ് ഷോ സ്റ്റാർട്ടാവാനായിട്ട്. ഈ സൗണ്ട് ആൻഡ് ലൈറ്റ് ഷോ കാണേണ്ട കാഴ്ച തന്നെയാണ്. കണ്ടിട്ട് വരാം.
appeared in the upper regions of Himalayas. No one knew who he was, where he came from. The origins of this spectacular being were unknown. When his ecstasy allowed him some moment, he danced wildly. When intensity peaked, he became utterly
Parvati had ever witnessed. Devi Parvati, seeing Adiyogi reveling in ecstatic states, said, I want to have what you have. Show me the way.
glad to announce that cultural offerings and Adiyogi Divya Darshanam will happen every day at 7 p.m. whenever the Adiyogi premises is open. கலை நிகழ்ச்சிகளும் ஆதியோகி திவ்ய தரிசனமும் ஆதியோகி வளாகம் திறந்திருக்கும் அனைத்து நாட்களிலும் நடைபெறும். Namaskaram. Those of you who have not visited Gyanalinga can visit now. Gyanalinga will remain open until 8 p.m. இதுவரை தியானலிங்கம் தரிசனம் செய்யாதவர்கள் இப்பொழுது தரிசிக்கலாம். தியானலிங்கம் இரவு 8 മണി വരെ திறந்திருக்கும். ഇതിൽ കൂടെ കാണുന്ന പോലെയല്ല, നേരിട്ട് തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യണം അതിൻ്റെ ഫീൽ അറിയണമെങ്കിൽ. പിന്നെ അവിടുത്തെ ക്രൗഡ് ഇത്രയും തിരക്കുണ്ടാവുമെന്ന് വിചാരിച്ചില്ല, അതുപോലെ ജനസാഗരമായിരുന്നു. അപ്പോൾ പിന്നെ മഹാശിവരാത്രി പോലുള്ള വലിയ വലിയ ഒക്കേഷൻസിൻ്റെ തിരക്കൊന്നും ആലോചിക്കാവുന്നതല്ലേ ഉള്ളൂ. ശേഷം ടോയ്ലറ്റിലൊക്കെ പോയി കഴിഞ്ഞിട്ട് ബസ് പാർക്ക് ചെയ്തോടത്തേക്കുള്ള നടത്തായിരുന്നു. ഇന്നത്തെ ദിവസം ഒരുപാട് നടന്നു, പക്ഷേ അതിൻ്റേതായ ഒരു ക്ഷീണവും നമുക്ക് ആർക്കും തോന്നിയില്ല എന്നുള്ളതാണ്. അങ്ങനെ തൽക്കാലത്തേക്ക് കോയമ്പത്തൂരിലെ ഇഷ സെൻറ്ററിനോട് വിട പറയുകയാണ്. ഓൺ ദ വേ നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചിട്ട് പിന്നെ തിരിച്ചു പോന്നു. ബസ്സിൽ നമ്മളേക്ക് ഫുൾ ഓണായിരുന്നു, അർമാദിക്കിലായിരുന്നു. ഡാൻസ് പാട്ട് വെച്ചിട്ട് ഡാൻസ് കളിയും കാര്യങ്ങളും. ഞാൻ കുറച്ച് നേരമൊക്കെ കൂടി, അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം കിടന്നു. വെളുപ്പിനെ 2 മണി ആയപ്പോഴത്തേക്കും ഞാൻ എൻ്റെ കുടുംബത്തെത്തി. ഇനി പറയണത് ഈ 2 സ്ഥലങ്ങളും പോകാൻ പ്ലാൻ ചെയ്യുന്നവരോടും ആഗ്രഹിക്കുന്നവരോടുമാണ്. മരുതമലയിലാണെങ്കിൽ മാക്സിമം നിങ്ങൾ സ്റ്റെപ്പ് കയറി ഇറങ്ങാൻ തന്നെ ശ്രമിക്കുക. കാരണം ഞങ്ങൾ മിസ് ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. ഇൻ ബിറ്റ്വീൻ കുറേ അമ്പലങ്ങൾ, അതായത് ഐതിഹ്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറേ അമ്പലങ്ങളും കാര്യങ്ങളുണ്ട്. പിന്നെ അമ്പലത്തിൻ്റെ തൊട്ടടുത്താണെങ്കിലും വേറെയും കുറേ സംഭവങ്ങളുണ്ട് ഐതിഹ്യങ്ങളായിട്ട് കണക്ട് ചെയ്യണത്. അവിടെ മിസ്സാക്കാതെ പോകാൻ ശ്രമിക്കൂ. ഇനി ഇഷ സെൻറ്ററിലാണെങ്കിൽ ആദിയോഗി പ്രതിമയോ ലേസർ ഷോയോ കാണുക എന്നതിലൊതുക്കാതെ മാക്സിമം ആ ഒരു ഏരിയ മൊത്തം എക്സ്പ്ലോർ ചെയ്യൂ. നല്ലതായിരിക്കും, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്തായാലും. എസ്പെഷ്യലി കുളങ്ങൾ, സൂര്യകുണ്ടായാലും ചന്ദ്രകുണ്ടായാലും ധ്യാനലിംഗം ആയാലും അവിടെ കുറച്ച് നേരം ഇരിക്കാൻ പറ്റുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇരിക്കാം. ഇനി അവിടെ നിന്ന് മാത്രമല്ല, പല സ്ഥലങ്ങളിലും കുറേ ലോണുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഇരുന്നിട്ടായാലും മണ്ഡപങ്ങളുണ്ട്, അവിടെയൊക്കെ ഇരുന്നിട്ടായാലും നിങ്ങൾക്ക് ധ്യാനത്തിലിരിക്കുകയോ യോഗാസ ചെയ്യുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ അതും കൂടി ഒന്ന് മനസ്സിൽ വെച്ചിട്ട് ട്രിപ്പ് പ്ലാൻ ചെയ്യൂ മാക്സിമം. അപ്പോൾ ഇത്രയുള്ള വിശേഷങ്ങൾ. വേൽമുരുകനക്ക് ഹരോഹര, ഹര ഹര മഹാദേവ്.